ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. വല്ലാതെ പഴുപ്പൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് നല്ല ജീരകം കൂടിയിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പിൽ 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അതിലെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തീ വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തൈര് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കറി ഒന്ന് പതഞ്ഞ് വരണം. ഞാനിങ്ങനെ പതഞ്ഞ് വരിക എന്ന് പറഞ്ഞപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പതഞ്ഞ് വരിക എന്നുള്ളത്. നമ്മുടെ കറി തിളച്ച് മറിയാൻ പാടില്ല. ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുമിളകൾ വരും. അപ്പോൾ തന്നെ നമ്മുടെ കറി ഓഫ് ചെയ്യണം. ഇതിനാണ് പതഞ്ഞ് വരിക എന്ന് പറയുന്നത്. നമ്മുടെ കറി തൈരും തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തിളച്ച് മറിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മൊത്തം മാറും. അതിനാണ് നമ്മളെ കറി തിളക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഒന്ന് താളിച്ചെടുക്കണം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് കടുക്, കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ചുവന്ന മുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവും മധുരം പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.